നമ്മൾ ഇന്ന് ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോയ റൈസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ സോയ കുതിർത്തിയെടുക്കുന്നുണ്ട്. മസാല നിങ്ങൾക്ക് ഏത് രീതിയിലും മസാല കൂട്ടിയിട്ടെടുക്കാം. ഞാനിവിടെ കുറച്ചധികം തന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് മസാല ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഓൾ സ്പൈസസും വലിയ ഉള്ളിയും പച്ചമുളകും മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയ ശേഷം തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ബിരിയാണി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തൈരും അതുപോലെ 1 കപ്പ് മാത്രമേ ഞാൻ സോയ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ വേറെ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ആക്കി അവിടെ വെച്ചതാണ്. പിന്നെ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. സോയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച ശേഷം കുതിർത്തിയ അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ജീര റൈസ് ആണ് ചേർത്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരേ ഒരു വിസിൽ മതി. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആവി കംപ്ലീറ്റ് പോയ ശേഷം ഓപ്പൺ ആക്കുക. അപ്പോൾ കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു റൈസ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും മറക്കല്ലേ. ബൈ.